ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നെക്കിൽ എങ്ങനെയാണ് ബീഡ്സൊക്കെ വെച്ച് ഒരു ചെറിയൊരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക. നമ്മുടെ ചാനലിൽ ഭൂരിഭാഗവും ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യമേ തന്നെ നമ്മൾ നമ്മുടെ നെക്കിൻ്റെ അളവൊക്കെ എടുത്തിട്ട് അത് നമ്മൾ ഫാബ്രിക്കിലോട്ട് മെഷർമെൻറ്റ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തതിന് ശേഷം സീക്വൻസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ താഴെ വിട്ടിട്ട് ആ ഒരു പോർഷനിൽ വേണം നമ്മൾ നെക്കുമ്പോൾ ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എനിക്കങ്ങനെ പറ്റിയിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നെക്ക് ആദ്യമേ തന്നെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ സീക്വൻസ് വെച്ച് സെറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഞാൻ ആദ്യമേ തന്നെ ഹൂപ്പ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാബ്രിക്കിൽ ഹൂപ്പ് എങ്ങനെയാണ് വെക്കണമെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അതിനുശേഷം ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഔട്ട്പുട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയുണ്ടെന്നുള്ളത്. ഞാനിപ്പോൾ ഇതിൽ സെൻറ്ററിൽ ഒരു ബീഡ് വെച്ചു, ചുറ്റും ഞാൻ കട്ട് ബീഡ്സ് വെച്ചിട്ട് പിന്നെ അതിന് ചുറ്റും ഞാനൊരു ഫ്ലവർ തീമിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു തീമിൽ ഞാൻ സീക്വൻസ് തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ സാധാ നമ്മുടെ നീഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ലാസ്റ്റിലാണ് ഞാൻ ആരി നീഡിൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ആരി നീഡിൽ വെച്ചിട്ട് അത്ര പ്രാക്ടീസൊന്നുമില്ല, എന്നാലും നമുക്ക് ബൈ പ്രാക്ടീസ് നമുക്ക് എളുപ്പം പഠിക്കാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതുപോലെ നല്ലോണം 2 തവണയൊക്കെ ഞാൻ ഒരു പോർഷനിൽ തന്നെ 2 തവണ സ്റ്റിച്ച് ചെയ്ത് തുന്നി കൊടുക്കുന്നുണ്ട്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ അത് നല്ല സ്ട്രോങ്ങിൽ നിൽക്കില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നല്ല രീതിക്ക് ആ ബീഡ്സ് സീക്വൻസും കറക്റ്റായിട്ട് വെച്ച് നോക്കുക. സ്പേസിങ് ഒക്കെ നോക്കിയിട്ട് വേണം തുന്നി കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു കത്രികയുടെ ബലത്തിലാണ് ഈ ഒരു ഹൂപ്പ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഹൂപ്പ് സ്റ്റാൻഡ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കട്ടിയുള്ള എന്തെങ്കിലും ഒരു വസ്തു ആ ഹൂപ്പിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു സ്റ്റാൻഡിൻ്റെ എഫക്റ്റൊക്കെ തന്നെ കിട്ടുന്നത്. നല്ല നീറ്റായിട്ട് തുന്നിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫാബ്രിക്ക് ഹൂപ്പിൽ വെക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ തുന്നിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇത്രയും വരെ തുന്നിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ വെറുതെ റഫായിട്ട് മറ്റേ ഫ്രിറ്റ്സിയോൺ പെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കുക ചെയ്തേക്കണേ. അപ്പോൾ ആ പെന്നിൻ്റെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ വരച്ചിട്ടാണ് ഈ ഒരു രീതിക്ക് തുന്നിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ സെയിം ബീഡ് തന്നെ സെൻറ്ററിൽ വെച്ചിട്ട് ചുറ്റും ഞാൻ കട്ട് ബീഡ് വെച്ചിട്ട് തുന്നി കൊടുക്കുകയാണ് വേറൊരു രീതിയിൽ. അപ്പം ഇങ്ങനെ ആ ഒരു ലൈൻ ഫുള്ളും തുന്നി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ഇതിന് മുന്നും ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹൂപ്പ് ഫിക്സ് ചെയ്യണത്, അതുപോലെ വാട്ടർ റൈസബിൾ പെന്നിൻ്റെ, പിന്നെ ചെയിൻ സ്റ്റിച്ച്, അങ്ങനെ ഓരോ സ്റ്റിച്ചിൻ്റെയും ട്യൂട്ടോറിയൽ വീഡിയോസായിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഹാമ്പർ സെറ്റ് ചെയ്യുന്ന വീഡിയോസ്, പിന്നെ അങ്ങനെ ഒത്തിരി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അതൊക്കെ ഒന്ന് കണ്ടു നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ കയറി നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഇടാം. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാനും ഒന്ന് തുന്നി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പോർഷനിലാണ് ഞാൻ ഫ്രിറ്റ്സിയോൺ പെന്ന് വെച്ചിട്ട് വരച്ച് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഒരു ഐഡിയ ഇല്ലാണ്ട് ഞാൻ വെറുതെ ചെയ്തതാണ്, പക്ഷേ അത് കുഴപ്പമില്ലാത്ത രീതിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് ആരി നീഡിൽ. നമുക്ക് വേറെ ടൈപ്പ് നീഡിൽസ് കിട്ടും. അപ്പോൾ ഇതൊരു ടൈപ്പ്, അത് ഈ ഒരു ബ്ലാക്ക് പോർഷൻ ഞാൻ ചുമ്മാ ചുറ്റി കൊടുത്താണ്, ഒരു ഇതിന് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ ചുറ്റി കൊടുത്തത്. ഇത് വേറൊരു ടൈപ്പ് നീഡിൽ, ഇത് ബിഗിനർ നീഡിലാണ്. അതുമ്പോൾ നമുക്ക് സൈസൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു നീഡിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് അധികം ബീഡ്സ് കൊള്ളില്ല. അധികം ബീഡ്സ് നമുക്ക് ആ നീഡിലുമേ കയറ്റാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു നീഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ബീഡ്സ് അതിൽ കയറ്റാൻ പറ്റും. അപ്പോൾ ബീഡ്സ് എങ്ങനെ കയറ്റണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഗ്ലാസ്സിൽ നമ്മൾ ബീഡ്സ് എടുക്കുക. അതിനുശേഷം നീഡിൽ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ആ ബീഡ്സ് ഡയറക്റ്റായിട്ട് നീഡിലിൻ്റെ ഉള്ളിലേക്ക് കയറും. പിന്നെ ആദ്യമായിട്ടൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒത്തിരി ബീഡ്സ് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് കൈ കറക്റ്റായിട്ട് അങ്ങനെ വഴങ്ങി വരില്ല. അത് ബൈ പ്രാക്ടീസ് അത് കറക്റ്റായിട്ട് വരുള്ളൂ. പിന്നെ കൈ നമ്മൾ വിരലുകൾ പിടിക്കേണ്ടതും ശ്രദ്ധിക്കണം. ഇതുപോലെ വേണം പിടിക്കാനായിട്ട്. പലർക്കും പല രീതിയായിരിക്കും. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, എനിക്കിത് കുഴപ്പമില്ലാത്ത രീതിക്ക് പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ആ തൊട്ടും മേലെയുള്ള ഹൂപ്പിൽ ഫിക്സ് ചെയ്തേക്കണേൽ ആ തൊട്ട് മേലെയുള്ള
ആ ഒരു പോർഷൻ ഫുള്ളും ഞാൻ ഈ ഒരു ആരി നീഡിൽ വെച്ചാണ് ചെയ്തത്. ലാസ്റ്റത്തെ ഈ ഒരു 2 സെറ്റ് മാത്രമേ ഇനി ചെയ്യാൻ ബാക്കിയുള്ളൂ. അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ ത്രെഡ് ആദ്യമേ തന്നെ നമ്മൾ കെട്ടിട്ട് താഴെ നമ്മുടെ ചൂണ്ടാണി വിരലുമേ നമ്മൾ ചുറ്റി കൊടുക്കുക. അതിനുശേഷം നീഡിൽ വെച്ച് അത് മേലേന്ന് കുത്തി താഴേന്ന് ആ നൂല് മേലേക്ക് എടുക്കുക. അതിനുശേഷം ഇതുപോലെ ബീഡ്സ് നമ്മൾ ആ നീഡിലിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ നൂലിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പയ്യെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് കിട്ടും. അതിനുശേഷം ഈ സെയിം നീഡിൽ നമ്മൾ ആ ഒരു 2 ബീഡാണ് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ബീഡ്സിൻ്റെ ഒരു ലെങ്ത്ത് നോക്കിയിട്ട് അടുത്ത ഒരു സ്ഥലത്ത് നമ്മൾ ആ ഫാബ്രിക്കിൽ ഒന്ന് താഴേക്ക് കുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ താഴത്തെ തുണിയുടെ താഴെയുള്ള സൈഡിൽ നിന്ന് നമ്മൾ നൂല് മേലേക്ക് ആ നീഡിൽ വെച്ച് എടുക്കുക. നീഡിൽ നിന്ന് മേലേക്ക് നൂല് പൊന്തിച്ചെടുക്കാം. മനസ്സിലാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി. സൂം ചെയ്ത് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ നൂല് കയറ്റിയിട്ട് വീണ്ടും ബീഡ്സ് നമ്മൾ നൂലിലേക്ക് ഇറക്കുന്നു. നീഡിൽ ആ ബീഡ്സിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് അടുത്തൊരു സ്ഥലത്ത് നമ്മൾ നീഡിൽ കുത്തി കൊടുക്കുന്നു. താഴേന്ന് നൂല് നമ്മൾ പൊന്തിച്ച് ഈ നൂലിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുന്നു. ഇതുപോലെ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ കുത്തിയെടുക്കുന്ന ആ ഒരു നൂല് നീളം കൂടുതലാണെങ്കിൽ താഴേന്ന് പയ്യെ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു പൊസിഷനിൽ കിട്ടും. ഇതുപോലെ നമ്മൾ ഫുള്ളും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ടൊക്കെയാണ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ബീഡ്സ് വെച്ച് ചെയ്യാതെ സാധാ ഒരു ക്ലോത്തിൽ ഈ പറഞ്ഞത് ചെയിൻ സ്റ്റിച്ചാണ്. അപ്പോൾ ആ സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നല്ലൊരു ഫാബ്രിക്കിലേക്ക് ആക്കാൻ നോക്കിയാൽ മതി. അതുപോലെ തന്നെ നമുക്ക് നെറ്റ് ഫാബ്രിക്കൊക്കെ ആണെങ്കിൽ താഴേന്ന് കുറച്ചും കൂടെ വിസിബിളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇടാം. അപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.